ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 1983 സ്പേസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 ബഹിരാകാശ സഞ്ചാരികളെയാണ് കാണിക്കുന്നത്. പിന്നീട് അവർ തങ്ങളുടെ ബഹിരാകാശ വാഹനം ലാൻഡ് ചെയ്യാനൊരുങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ബഹിരാകാശ വാഹനത്തിൽ എന്തോ ഒന്ന് തട്ടുകയും അതിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്തു. ഭാഗ്യവശാൽ അല്പസമയത്തിനകം തന്നെ അവർക്ക് ബഹിരാകാശ പേടകത്തിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാനായി സാധിച്ചിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് അവർ പേടകത്തിൻ്റെ വിൻഡോയിൽ നിഗൂഢമാർന്ന എന്തോ ഒരു വസ്തുവിനെ കാണുകയാണ്. ശേഷം കാണിക്കുന്നത് ഒരു പാരച്യൂട്ട് വഴി കസാക്കിസ്ഥാൻ എന്ന സ്ഥലത്തിറങ്ങുന്ന ആ ഒരു പേടകത്തെയാണ്. കുതിരപ്പുറത്ത് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഒരു മനുഷ്യൻ ആ ഒരു കാഴ്ച കാണാനിടയായി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എന്തോ ഒന്ന് ബഹിരാകാശ യാത്രികരിൽ ഒരാളെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. അയാൾ മരണപ്പെട്ട് കാണുമെന്നാണ് അവിടേക്ക് എത്തിയിരുന്ന മനുഷ്യൻ കരുതിയിരുന്നത്. ഈ ഒരു സമയത്ത് പേടകത്തിലെ സഹയാത്രക്കാരനായിരുന്ന കോൺസ്റ്റൻ്റ് മാരകമായ പരുക്കുകളോടെ പുറത്തേക്കിറങ്ങുകയായിരുന്നു. ഈ നേരത്ത് അയാളുടെ വായിൽ നിന്നും രക്തം വന്നിരുന്നു. മാത്രവുമല്ല കണ്ണുകൾ കറുത്ത നിലയിലുമാണ്. ശേഷം കാണിക്കുന്നത് മോസ്കോയിലുള്ള ടാറ്റിയാന എന്ന ഒരു ഡോക്ടറെയാണ്. ടാറ്റിയാനയുടെ ഒരു പേഷ്യൻറ്റിന് അപകടം സംഭവിച്ചിരുന്നു. അത് ടാറ്റിയാനയുടെ ശ്രദ്ധക്കുറവ് മൂലമാണെന്നും പറഞ്ഞ് ബോർഡംഗങ്ങൾ അവളെ കുറ്റപ്പെടുത്തി. ടാറ്റിയാന കുറ്റക്കാരിയല്ലെന്ന് മനസ്സിലാക്കിയൊരു മനുഷ്യൻ ഈ സമയത്ത് അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സൈനിക കേണലായിരുന്നു അയാൾ. ജോലിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ടാറ്റിയാനയുടെ പക്കലേക്കെത്തി അവളെ പരിചയപ്പെട്ടു. എനിക്ക് ഒരു ഗവേഷണ കേന്ദ്രമുണ്ടെന്നും അവിടെ ഒരു രോഗിയുണ്ടെന്നും കേണൽ അവളോട് പറഞ്ഞു. അവിടേക്ക് ജോലിക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് അയാൾ അവളോട് ചോദിച്ചു. അഥവാ നിങ്ങൾക്ക് അവിടെ താല്പര്യമായില്ലെങ്കിൽ ഞാൻ നിന്നെ തിരികെ ഇവിടെ തന്നെ എത്തിക്കാമെന്നും കേണൽ അവളെ അറിയിച്ചു. പോകുന്ന വഴിയിൽ ഹെലികോപ്റ്ററിൽ വെച്ച് അവൾ രോഗിയെപ്പറ്റി ചോദിക്കുകയും കേണൽ വിശദീകരണം നൽകുകയും ചെയ്തു. ബഹിരാകാശ യാത്രികൻ അപകടത്തിൽപ്പെട്ടെന്നും എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ഓർമ്മയില്ലെന്നും കേണൽ അവളോട് പറഞ്ഞു. അങ്ങനെ അവർ ടാറ്റിയാനോയെ സൈന്യത്തിൻ്റെ ആ ഒരു ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനകത്തുള്ള ഏത് റൂമിലേക്കും പ്രവേശിക്കാൻ സൈന്യം അവൾക്ക് അനുമതി നൽകിയിരുന്നു. അതേസമയം കോൺസ്റ്റാൻറ്റിനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ഹിപ്നോട്ടിസം ചെയ്യുകയായിരുന്നു. ഈ രംഗങ്ങൾ ഒരു ചില്ലുജാലകത്തിനപ്പുറം നിന്നുകൊണ്ട് ടാറ്റിയാനയും കൂട്ടരും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ എത്ര ചോദിച്ചിട്ടും കഴിഞ്ഞ സംഭവങ്ങളൊന്നും ഓർത്തെടുക്കാൻ കോൺസ്റ്റാൻറ്റിന് സാധിച്ചിരുന്നില്ല. ഞാൻ മാനസികമായി ശക്തനാണെന്നും അതിനാൽ തന്നെ എന്നെ ഹിപ്നോട്ടിസം ചെയ്യാൻ കഴിയില്ലെന്ന് കോൺസ്റ്റൻ്റ് ഡോക്ടറെ അറിയിച്ചു. പിന്നീട് കോൺസ്റ്റൻ്റ് ടാറ്റിയാനയുടെ പക്കലേക്കെത്തി തൻ്റെ സഹയാത്രികനെ എന്താണ് സംഭവിച്ചതെന്ന് അവളോട് ചോദിക്കുകയാണ്. പിന്നീട് ടാറ്റിയാന കോൺസ്റ്റാൻറ്റിൻ്റെ പക്കലേക്ക് ചെന്ന് അവനെ പരിചയപ്പെട്ടു. ടാറ്റിയാന അവനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ലാൻഡിംഗ് വരെ തങ്ങളുടെ ബഹിരാകാശ ദൗത്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്ന് കോൺസ്റ്റൻ്റ് അവളോട് പറഞ്ഞു. അതിനുശേഷം തനിക്കൊന്നും ഓർമ്മയില്ലെന്നും പിന്നീട് ഞാൻ ഇവിടെയാണ് ഉണർന്നതെന്നും അവൻ അവളെ അറിയിച്ചു. തന്നെ ഇവിടുന്ന് പുറത്തു കടക്കാൻ സഹായിക്കണമെന്നും തനിക്കൊരു മകനുണ്ടെന്നുമെല്ലാം ഈ ഒരു സമയത്ത് കോൺസ്റ്റൻ്റ് അവളോട് പറഞ്ഞിരുന്നു. പിന്നീട് അവൻ ആ കുട്ടി താമസിക്കുന്ന സ്ഥലത്തിൻ്റെ നമ്പർ അവൾക്ക് എഴുതി നൽകി. കോൺസ്റ്റാൻറ്റിൻ്റെ നാഡീവ്യൂഹത്തിന് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നതായി ടാറ്റിയാന കേണലിനോട് പറഞ്ഞു. കാരണം ചൂടുള്ള കപ്പിൽ ചായ കൊടുത്തിട്ട് കോൺസ്റ്റാൻറ്റിനെ ആ ഒരു ചൂട് അനുഭവപ്പെട്ടിരുന്നില്ല. ഞാനിനി പൊക്കോട്ടെ എന്ന് അവൾ കേണലിനോട് ചോദിച്ചു. നാളെ പോകാമെന്ന് അയാൾ മറുപടിയും നൽകി. റൂമിലേക്ക് പോകും വഴി സൈനികർ തടവുകാരെ കൊണ്ടുവന്ന് കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുന്ന കാഴ്ച ടാറ്റിയാന കണ്ടിരുന്നു. റൂമിലേക്കെത്തിയവൾ കുളിക്കാനായി പോയി. അവളുടെ മുതുകിൽ നീളമേറിയ ഒരു വടുവുണ്ടായിരുന്നു. ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറക്കം കെട്ടാതെ പിന്നീട് അവൾ ഓടാനായി പോയി. ഓട്ടത്തിനിടെ അവൾ കാല് സ്ലിപ്പായി വീഴുകയും ഒരു തടവുകാരൻ അവളെ മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ട സൈനികർ അവളെ റൂമിലേക്ക് അയച്ചു. പിന്നീട് കേണൽ അവളുടെ റൂമിലേക്ക് എത്തുകയും കോൺസ്റ്റാൻറ്റിനെ നിരീക്ഷിക്കാനായി അവളെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് കൺട്രോൾ റൂമിലേക്ക് ചെന്ന് അവരും ചേർന്ന് സുരക്ഷാ ക്യാമറകൾ വീക്ഷിക്കുകയാണ്. നിഗൂഢമാർന്ന കാഴ്ചയാണ് ഈ ഒരു സമയത്ത് അവർക്ക് കാണാനായി സാധിച്ചിരുന്നത്. ഉറങ്ങിക്കിടന്നിരുന്ന കോൺസ്റ്റൻ്റ് കട്ടിലിൽ നിന്നും വീഴുകയും അവൻ്റെ വായിൽ നിന്നും ഒരു അന്യഗ്രഹ ജീവി പുറത്തേക്ക് വരികയുമാണ്. കേണലിൻ്റെ നിർദ്ദേശപ്രകാരം അവൾ പിന്നീട് കോൺസ്റ്റൻ്റിൻ്റെ ഗ്ലാസ് വിൻഡോയുടെ പക്കലേക്ക് ചെന്നു. ഉടനെ ആ ഒരു ജീവി അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് വിൻഡോയിലേക്ക് ചാടി. ഇത് കണ്ട് ടാറ്റിയാന ഭയപ്പെട്ടു. ആ ജീവി തൻ്റെ ഉള്ളിലുള്ള കാര്യം കോൺസ്റ്റാൻറ്റിന് അറിയില്ലെന്ന് കേണൽ അവളോട് പറഞ്ഞു. ആ ജീവി ഒരു പരാന്നഭോജിയായിരുന്നു. പിന്നീട് അവൾ ആ ജീവിയെ പറ്റിയുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും
സൈന്യത്തിൻ്റെ പക്കൽ നിന്നും ചോദിച്ചു വാങ്ങി. കോൺസ്റ്റന്റിനെ ആദ്യം ഒരു പുനരധിവാസ കേന്ദ്രത്തിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. എന്നാൽ അവിടെ വെച്ച് ആ ഒരു ജീവി അവിടെ ഉണ്ടായിരുന്ന ഒരു ടെക്നീഷ്യനെ കൊലപ്പെടുത്തിയിരുന്നു. ആ ഒരു പരാന്നഭോജിയായ ജീവിയെ അവനിൽ നിന്നും വേർപ്പെടുത്താൻ കേണലും കൂട്ടരും ഏറെക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവി ശരീരത്തിലുള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റന്റിന് അമാനുഷികമായൊരു ശക്തിയുണ്ട്. ആ ജീവി ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചതുകൊണ്ട് മാത്രമാണ് കോൺസ്റ്റന്റിന് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നത്. കോൺസ്റ്റന്റിൻ്റെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ ജീവിയുടെ വലിപ്പം ചെറിയ രൂപത്തിലേക്ക് മാറുന്നു. എല്ലാ ദിവസവും രാത്രി 2 മണിക്കൂറോളം സമയം ഈ ഒരു ജീവി കോൺസ്റ്റന്റിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തിറങ്ങാറുണ്ടായിരുന്നു. ആ ജീവി പരാന്നഭോജിയാണോ അതോ സഹജീവിയാണോ എന്നുള്ളൊരു സംശയം ടാറ്റിയാന പ്രകടിപ്പിച്ചു. കോൺസ്റ്റന്റ് കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് ആ ജീവിയും കഴിക്കുന്നതെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. പിന്നീട് ടാറ്റിയാന കോൺസ്റ്റാന്റിൻ്റെ മകൻ താമസിക്കുന്ന അനാഥാലയത്തിലേക്ക് വിളിച്ചു. കോൺസ്റ്റാന്റിൻ്റെ കുട്ടിക്ക് അരയ്ക്ക് താഴെ ശേഷിക്കുറവുണ്ടായിരുന്നു. പിന്നീട് ടാറ്റിയാന കോൺസ്റ്റന്റിൻ്റെ പക്കലേക്ക് ചെന്നു. സഹ പൈലറ്റിനെ താങ്കൾ കൊന്നോ എന്ന് ടാറ്റിയാന അവനോട് ചോദിച്ചു. നീ ഹീറോയില്ലെന്നും നീ നിന്റെ മകനെ ഉപേക്ഷിച്ചവനാണെന്നും ടാറ്റിയാന കോൺസ്റ്റന്റിനോട് പറഞ്ഞു. ദേഷ്യത്തോടെ കോൺസ്റ്റാന്റ് അവളോട് പുറത്തു പോകാനായി ആവശ്യപ്പെട്ടു. ദേഷ്യം വരുമ്പോൾ അവൻ്റെ ഹോർമോണിൽ വരുന്ന മാറ്റം മനസ്സിലാക്കാനാണ് ടാറ്റിയാന പ്രകോപനപരമായ ചോദ്യങ്ങൾ അവനോട് ചോദിച്ചിരുന്നത്. അങ്ങനെ ആ ജീവി എന്താണ് ഭക്ഷിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു അവൾ ഇപ്രകാരം ചെയ്തിരുന്നത്. അവനെ ഇനി സിവിലിയൻ ഏരിയയിലേക്ക് മാറ്റണമെന്ന് അവൾ കേണലിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ റിയലിസ്റ്റിക്കായി കൂടുതൽ അവനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അവൾ അവരോട് പറഞ്ഞു. കേണൽ ഇക്കാര്യം അംഗീകരിക്കുകയും കോൺസ്റ്റാന്റിനെ ഒരു സാധാരണ മുറി നൽകുകയും ചെയ്തു. ടാറ്റിയാന അവൻ്റെ റൂമിലേക്ക് ചെന്ന് അവനോട് ക്ഷമ ചോദിച്ചു. എന്തുകൊണ്ടാണ് താൻ പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് അവൾ അവനോട് വിശദീകരിച്ചു. ഞാൻ ദൗത്യത്തിന് പോകുന്നതിലും ഒരാഴ്ച മുമ്പ് മകൻ്റെ അമ്മ മരണപ്പെട്ടുവെന്ന് അവൻ അവളോട് വെളിപ്പെടുത്തി. എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ തടങ്കലിലാക്കുന്നതെന്ന് അവൻ ടാറ്റിയാനോട് ചോദിച്ചു. അതിനുള്ള മറുപടി ആ സമയത്ത് അവൾ അവനെ നൽകിയിരുന്നില്ല. അന്ന് രാത്രിയിൽ ആ ജീവി പുറത്തേക്ക് വരുന്ന സമയത്ത് ടാറ്റിയാന ഗ്ലാസ് വിൻഡോയിൽ തട്ടി. ആ ജീവി അവളുടെ ശ്രദ്ധയാകർഷിക്കുകയും അവൾ ചെയ്യുന്നത് അനുകരിക്കുകയും ചെയ്തു. പിന്നീട് ടാറ്റിയാന പരിശോധനയ്ക്കായി ആ ഒരു ജീവിയുടെ പക്കലേക്ക് ചെല്ലുകയാണ്. ടാറ്റിയാന കോൺസ്റ്റന്റ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന അവൻ്റെ ചെറിയൊരു കളിപ്പാട്ടമെടുത്ത് താഴെ വെച്ചു. ആ ഒരു ജീവിയും കോൺസ്റ്റാന്റിനെ പോലെ തന്നെ ആ കളിപ്പാട്ടത്തെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ ആ ജീവിയെ തൊടാനായി ശ്രമിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് ടാറ്റിയാന വഴുതി വീഴുകയാണ്. അതോടെ ആ ഒരു ജീവി അവളുടെ അകത്തേക്ക് കടിച്ചു വലിക്കുകയാണ്. ഉടൻ തന്നെ സൈനികരെത്തി ആ ജീവിയുടെ കയ്യിൽ നിന്നും ടാറ്റിയാനയെ രക്ഷിച്ചു. ആ രാത്രിയിൽ സംഭവത്തെപ്പറ്റി ചോദിക്കാനായി കേണൽ അവളുടെ റൂമിലേക്കെത്തി. കോൺസ്റ്റന്റും ആ ജീവിയും ഒരേ മനസ്സാണ് പങ്കിടുന്നതെന്ന് അവൾ അയാളെ അറിയിച്ചു. ആ ജീവി ഇപ്പോൾ കോൺസ്റ്റാന്റിൻ്റെ ശരീരത്തിന് പുറത്ത് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ ആ ജീവിക്കിനെ കോൺസ്റ്റന്റിൻ്റെ ആവശ്യമില്ലെന്നും അവൾ അയാളെ അറിയിച്ചു. അതിനാൽ തന്നെ അയാളെ മോസ്കോയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ടാറ്റിയാന കേണലിനോട് ചോദിച്ചു. പക്ഷേ കേണൽ അതിന് സമ്മതിച്ചില്ല. പിന്നീട് അവൾ ആ ജീവിക്ക് അവർ എന്ത് ഭക്ഷണമാണ് നൽകുന്നതെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൾ CCTV പരിശോധിച്ചപ്പോൾ അതിലെ ചില വിഷ്വലുകൾ കാണാനുണ്ടായിരുന്നില്ല. പിന്നീട് ആ ജീവിക്കവർ എന്ത് ഭക്ഷണമാണ് കൊടുക്കുന്നതെന്ന് താൻ കാണിച്ചു തരാമെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. ഡോക്ടർ അവളെ തൻ്റെ വാഹനത്തിലിരുത്തി കേണലറിയാതെ റെസ്ട്രിക്റ്റഡായ ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കോൺസ്റ്റാന്റിനെ സൈന്യം മയക്കുമരുന്ന് നൽകി ഉറക്കി ഒരു കൂറ്റൻ കൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സൈന്യം രഹസ്യമായി ചെയ്യുന്ന ഈ കാര്യങ്ങൾ വാഹനത്തിലിരുന്ന് ടാറ്റിയാനയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സൈന്യം ഒരു തടവുകാരനെ ബന്ധനസ്ഥനാക്കി അവിടെ ഉണ്ടായിരുന്ന കൂട്ടിലേക്ക് മാറ്റുകയാണ്. അല്പസമയത്തിനു ശേഷം കോൺസ്റ്റാന്റിൻ്റെ ശരീരത്തിൽ നിന്നും ആ ജീവി പുറത്തു ചാടി. ഈ ദൃശ്യങ്ങൾ ഭീതിയോടെ വാഹനത്തിലിരുന്ന് ടാറ്റിയാനയും വീക്ഷിക്കുകയാണ്. ഉടൻ തന്നെ ആ ജീവി ബന്ധനസ്ഥനാക്കപ്പെട്ടിരുന്ന ആ തടവുകാരൻ്റെ തല പറിച്ചെടുത്തു. ഇത് കണ്ട് ടാറ്റിയാന അലറി വിളിച്ചെങ്കിലും കൂടെയുണ്ടായിരുന്ന ഡോക്ടർ സൈനികരുടെ ശ്രദ്ധ തിരിച്ചു. ഡോക്ടർ അവളോട് പറഞ്ഞു, ഭയം വരുമ്പോൾ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ തലച്ചോർ പുറപ്പെടുവിക്കും. ഈ ജീവി ഭക്ഷിക്കുന്നത് അതാണ്. കേണലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തടവുകാരെ ഭക്ഷണമായി ആ ജീവിക്ക് നൽകുന്നതെന്നും ഡോക്ടർ അവളെ അറിയിച്ചു. ഇതെല്ലാം കേട്ട് രോക്ഷത്തോടെ ടാറ്റിയാന വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. അന്ന് ഓടാൻ പോയ സമയത്ത് സത്യങ്ങളെല്ലാം ടാറ്റിയാന കോൺസ്റ്റാന്റിനോട് വെളിപ്പെടുത്തി.
ഇന്നു രാത്രിയിൽ പുറത്തിറങ്ങണമെന്നും കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്നും അവൾ അവനോട് പറഞ്ഞു. അതിനാൽ തന്നെ അന്നു രാത്രിയിൽ നഴ്സുമാർ മയങ്ങാനായി കൊടുത്തിരുന്ന ഗുളികകളൊന്നും കോൺസ്റ്റൻ്റ് കഴിച്ചിരുന്നില്ല. അവനത് പൊടിച്ച് അവിടെ ഉണ്ടായിരുന്ന ചായയിൽ കലർത്തി. രാത്രിയിൽ അവൻ അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനെ സിനിമ കാണാമെന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ക്ഷണിച്ചു. സിനിമ കണ്ടുകൊണ്ടിരിക്കെ ആ നേഴ്സ് അവൻ്റെ തോളിൽ കിടന്ന് മയങ്ങി. ശേഷം കോൺസ്റ്റൻ്റ് ടി വിയിലെ സ്പീക്കറിൽ നിന്നും കാന്തം പുറത്തേക്കെടുത്തു. ശേഷം അവൻ ടാറ്റിയാനയുടെ പക്കലേക്ക് പോവുകയും കാന്തം ഉപയോഗിച്ച് നിരീക്ഷണ ക്യാമറ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. അതോടെ ക്യാമറ നിരീക്ഷിച്ചിരുന്നയാൾക്ക് സംശയം തോന്നുകയും അയാൾ അവിടെ വന്ന് നോക്കുകയും ചെയ്തു. അയാളുടെ കണ്ണിൽപ്പെടാതെ കോൺസ്റ്റാൻറ്റും ടാറ്റിയാനയും അവിടെ ഒളിച്ചു നിന്നു. ശേഷം അവരിരുവരും അവിടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ഫ്രീസർ റൂമിലേക്ക് പോവുകയാണ്. അവിടെ കോൺസ്റ്റാൻറ്റിൻ്റെ ശരീരത്തിൻ്റെ സ്കാനിങ്ങും ഉണ്ടായിരുന്നു. ആ ജീവി ഉള്ളിലുള്ളതായി അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ടാറ്റിയാന അവനോട് ചോദിച്ചു. ഉണ്ടെന്ന് അവൻ മറുപടി നൽകി. കേണൽ അറിഞ്ഞാൽ ഒരിക്കലും അയാൾ തന്നെ പോകാൻ അനുവദിക്കില്ലെന്ന് കോൺസ്റ്റാൻറ്റ് ടാറ്റിയാനയോട് പറഞ്ഞു. മരിച്ചെന്ന് കരുതിയ കോൺസ്റ്റാൻറ്റിൻ്റെ സഹ പൈലറ്റും മാരകമായ പരിക്കുകളോടെ ആ ഒരു റിസർച്ച് സെൻറ്ററിൽ ഉണ്ടായിരുന്നു. 2 ആഴ്ച കൂടി നീ ഇവിടെ നിൽക്കണമെന്നും എന്നെ സഹായിക്കണമെന്നും കോൺസ്റ്റാൻറ്റ് ടാറ്റിയാനയോട് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞാൽ മോസ്കോയിൽ നിന്നും ഒരു ബോർഡ് ഇവിടേക്ക് സന്ദർശനത്തിന് വരുന്നുണ്ടെന്നും അവൻ അവളെ അറിയിച്ചു. പക്ഷേ അതുവരെ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെ സഹിക്കാനാകുമെന്ന് ടാറ്റിയാന അവനോട് ചോദിച്ചു. കോൺസ്റ്റാൻറ്റ് മരണമടഞ്ഞാൽ ആ ജീവിയും കൊല്ലപ്പെടും. എന്നാൽ കോൺസ്റ്റാൻറ്റ് തൻ്റെ മകൻ്റെ കൂടെ ജീവിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അല്പസമയത്തിനു ശേഷം 2 സൈനികർ ടാറ്റിയാനയെ കേണലിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യുന്നത് നരബലിയാണെന്ന് ടാറ്റിയാന കേണലിനോട് പറഞ്ഞു. എന്നാൽ കേണൽ അതിനെ ന്യായീകരിക്കുകയാണ്. മൃഗീയമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയാണ് നമ്മൾ ഇരയായിട്ട് കൊടുക്കുന്നതെന്ന് കേണൽ അവളോട് പറഞ്ഞു. അന്നു രാത്രിയിലും സമാന രീതിയിൽ 2 തടവുകാരെ കൊണ്ടുവന്ന് ആ ജീവിക്ക് ഭക്ഷണമായി ഇട്ടുകൊടുക്കുകയാണ്. ഈ ക്രൂരമായ പരിപാടി നിർത്താനായി ടാറ്റിയാന കേണലിനോട് അഭ്യർത്ഥിച്ചു. അയാളത് നിരസിച്ചതോടെ ടാറ്റിയാന ആ ജീവിയുടെ പക്കലേക്ക് ചെന്ന് കോൺസ്റ്റാൻറ്റ് സ്ഥിരമായി പാടാറുള്ള പാട്ട് പാടുകയാണ്. പേടിക്കാതെ പാട്ടുപാടിയിരുന്ന ടാറ്റിയാനയെ കണ്ട് കോൺസ്റ്റാൻറ്റിൻ്റെ ശരീരത്തിൽ നിന്നും വന്നിരുന്ന ആ ജീവി ശാന്തനായി. എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ കൊണ്ടിട്ടിരുന്ന തടവുകാരൻ ഭീതിയോടെ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. അതോടെ ആ ജീവിയുടെ ശ്രദ്ധ അയാളിലേക്ക് മാറുകയും ഭയന്നു നിന്നിരുന്ന അയാളെ ആ ജീവി ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ആ ജീവിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് കേണൽ ടാറ്റിയാനയോട് ചോദിച്ചു. ഇതുവരെയും തനിക്കതിന് സാധിച്ചിട്ടില്ലെന്ന് ടാറ്റിയാന മറുപടി നൽകി. ആ ജീവിയെ നമുക്ക് എങ്ങനെയെങ്കിലും നിയന്ത്രണ വിധേയമാക്കണമെന്ന് കേണൽ അവളോട് പറഞ്ഞു. എന്നിട്ട് ശത്രുക്കൾക്കു നേരെ ആ ജീവിയെ പ്രയോജനപ്പെടുത്താനായിരുന്നു കേണലിൻ്റെ പദ്ധതി. പിന്നീട് ടാറ്റിയാനയും ഡോക്ടറും കോൺസ്റ്റാൻറ്റിൻ്റെ സഹ പൈലറ്റിനെ ശുശ്രൂഷിക്കുകയാണ്. കോൺസ്റ്റാൻറ്റിനെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ ഡോക്ടർ അവൾക്ക് സഹായ വാഗ്ദാനം നൽകിയിരുന്നു. പിന്നീട് ടാറ്റിയാനയുടെ ആവശ്യപ്രകാരം ഡോക്ടർ അവൾക്ക് മയക്കുമരുന്നുകൾ നൽകി. ഉടൻ തന്നെ ടാറ്റിയാന മയക്കുമരുന്ന് കുത്തിവെച്ച് കാവൽ നിന്നിരുന്ന സൈനികനെ മയക്കി. പിന്നീട് ഡോക്ടറുടെ സഹായത്തോടെ ടാറ്റിയാന കോൺസ്റ്റാൻറ്റിൻ്റെ പക്കലേക്ക് ചെന്നു. അവനിൽ നിന്നും ആ ജീവിയെ പുറത്തെടുക്കാനായി ടാറ്റിയാന ഒരു വഴി കണ്ടെത്തിയിരുന്നു. ചില മരുന്നുകൾ സംയോജിപ്പിച്ച് അവൻ്റെ ശരീരത്തിൽ കുത്തിവെച്ച് ആ ജീവിയെ പുറത്താക്കാനായിരുന്നു അവളുടെ പദ്ധതി. എന്നാൽ ഭയം മൂലം കോൺസ്റ്റാൻറ്റ് അത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ഒരു നേരത്ത് ടാറ്റിയാന മയക്കി കിടത്തിയിരുന്ന സൈനികനെ മറ്റൊരു സൈനികൻ കാണാനിടയായി. അങ്ങനെ കോൺസ്റ്റാൻറ്റും ടാറ്റിയാനയും രക്ഷപ്പെടുന്ന സംഭവം കേണൽ അറിയാനിടയായി. അവരെ സഹായിച്ചത് ഡോക്ടറാണെന്ന് മനസ്സിലാക്കി ദേഷ്യത്തോടെ കേണൽ ഡോക്ടറെ കൊലപ്പെടുത്തി. ഇതേ നേരം ടാറ്റിയാനയും കോൺസ്റ്റാൻറ്റും സൈനികരുടെ പക്കൽ നിന്നും ഓടി മാറി ഒളിച്ചിരിക്കുകയായിരുന്നു. സൈനികർ അന്വേഷണം ആരംഭിച്ചതോടെ ടാറ്റിയാന തൻ്റെ പക്കലുണ്ടായിരുന്ന മയക്കുമരുന്ന് നിറച്ച സിറിഞ്ച് കോൺസ്റ്റാൻറ്റിനെ എറിഞ്ഞുകൊടുത്തു. അവൻ ആ മയക്കുമരുന്ന് തൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചു. അതോടെ ആ ജീവി കോൺസ്റ്റാൻറ്റിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും സൈനികരെ അഭിമുഖീകരിക്കുകയുമാണ്. സൈനികർ ആ ജീവിക്ക് നേരെ നിറയൊഴിച്ചെങ്കിലും ഒഴിഞ്ഞു മാറിയ ആ ജീവി സൈനികരെ ക്രൂരമായി കൊലപ്പെടുത്താൻ ആരംഭിച്ചു. ഈ തക്കത്തിന് ടാറ്റിയാന ബോധാവസ്ഥയിലായ കോൺസ്റ്റന്റിനെയും കൂട്ടി ഒരു വാഹനത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് കേണൽ നേരിട്ടെത്തി ആ ജീവിയുമായി പോരാടുകയാണ്. കേണലിനെ പരിക്കേറ്റെങ്കിലും ആ ജീവിയെ പിടികൂടാനായി അയാൾക്ക് സാധിച്ചിരുന്നു.
ഈ ഒരു സമയത്ത് ആ ജീവിയില്ലാതെ കോൺസ്റ്റാൻ്റ് ഇല്ലാതെ ആ ജീവിക്കും ജീവിക്കാനാവില്ലെന്ന് ടാറ്റിയാന തിരിച്ചറിഞ്ഞു. കോൺസ്റ്റാൻ്റ് മരിച്ചു പോകുമെന്ന് തോന്നിയതോടെ ടാറ്റിയാന വാഹനം നിർത്തി അവനെ പുറത്തേക്കിറക്കി. എന്നാൽ ഈ ഒരു സമയത്ത് ഇരുവരെയും അന്വേഷിച്ച് കേണലും കൂട്ടരും അവിടേക്കെത്തുകയാണ്. സൈനികർ അവർ പിടികൂടിയിരുന്ന ആ ഒരു ജീവിയെ കൂടി അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ശേഷം സൈനികർ കോൺസ്റ്റാൻ്റിൻ്റെ ശരീരത്തിലേക്ക് തിരികെ പോകാനായി ആ ജീവിയെ കൊണ്ടുവന്നിരുന്ന കൂട് തുറക്കുകയാണ്. കേണൽ ടാറ്റിയാനയുടെ തോക്ക് താഴേക്ക് വലിച്ചെറിഞ്ഞു. ദേഷ്യത്തോടെ കേണൽ ടാറ്റിയാനയെ ക്രൂരമായി മർദ്ദിച്ചു. ഇത് കണ്ട് സഹിക്കാനാവാതെ കോൺസ്റ്റാൻ്റ് തൻ്റെ സർവ്വശക്തിയുമെടുത്ത് ആ ജീവിയെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ആ ജീവി അവിടെ ഉണ്ടായിരുന്ന സൈനികരെയെല്ലാം ക്രൂരമായി കൊലപ്പെടുത്തി. ആ ജീവിയെ നിയന്ത്രിക്കാൻ കോൺസ്റ്റാൻ്റിനെ സാധിക്കുമെന്ന് കേണൽ കരുതിയിരുന്നില്ല. ഞൊടിയിടയിൽ തന്നെ ആ ജീവി കേണലിനെയും മൃഗീയമായി കൊലപ്പെടുത്തി. കോൺസ്റ്റാൻ്റിന് ഇപ്പോഴും ജീവനുണ്ടോ എന്ന് പരിശോധിക്കാനായി ടാറ്റിയാന അവൻ്റെ പക്കലേക്ക് ചെന്നു. ഈ ഒരു സമയത്ത് ആ ജീവി അവരുടെ പക്കലേക്ക് വരികയും ടാറ്റിയാനയെ ഉപദ്രവിക്കാതെ അത് കോൺസ്റ്റാൻ്റിൻ്റെ ശരീരത്തിനകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു. അതോടുകൂടി കോൺസ്റ്റാൻ്റ് പൂർണ്ണ ആരോഗ്യവാനായി ഉണരുകയാണ്. എന്നാൽ ആ ജീവി മൂലം ഇനി മറ്റാരും മരണപ്പെടാതിരിക്കാനായി കോൺസ്റ്റാൻ്റ് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തു. അതോടെ കോൺസ്റ്റാൻ്റും ആ ജീവിയും കൊല്ലപ്പെട്ടു. അങ്ങോട്ടേക്കെത്തിയ അധികൃതർ പിന്നീട് ടാറ്റിയാനയെ അവിടെ നിന്നും രക്ഷിച്ചു. ശേഷം ടാറ്റിയാന അനാഥശാലയിലുള്ള കോൺസ്റ്റാൻ്റിൻ്റെ മകൻ്റെ പക്കലേക്ക് ചെന്നു. അങ്ങനെ ടാറ്റിയാന ആ കുട്ടിയെ ദത്തെടുക്കുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.